വേനലിന്റെ വിലാപം. അമ്മിണിക്ക് 22 വയസ്സാണ്. ഇംഗ്ലീഷ് ബിരുദം നേടിയെങ്കിലും ജോലി ഒന്നും ലഭിച്ചില്ല. ദിവസങ്ങളോളം റിസ്യൂമുകൾ അയച്ചു, ഇന്റർവ്യൂ കാത്തിരുന്നു, പക്ഷേ കാത്തിരിപ്പ് മാത്രം. അവൾ കൊച്ചിയിലെ ഒരു ഹോസ്റ്റലിൽ താമസിച്ച് ജോലി അന്വേഷിച്ച് കഴിയുന്ന അവളുടെ കഥയാണ്. ഒരു ദിവസം ടിക്ടോക്കിൽ കണ്ട വർക്ക് ഫ്രം ഹോം 30,000 രൂപ ഒരു മാസത്തിൽ എന്ന ഒരു വീഡിയോ അവളുടെ ശ്രദ്ധ പിടിച്ചു. ഹോപ്പ്. അതൊരാശ്വാസം പോലെ തോന്നി. അവൾ ഒരു വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്തു, ആധാർ കാർഡ്, ബാങ്ക് വിവരങ്ങൾ, ഒട്ടേറെ വിവരങ്ങൾ കൊടുത്തു. ട്രെയിനിങ് ഫീ എന്ന പേരിൽ 250 രൂപ പോലും നൽകി. അവൾ കാത്തിരുന്നു, ജോലിയില്ല, പ്രതികരണമില്ല. 3 ദിവസം കഴിഞ്ഞപ്പോൾ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് 5 വായ്പകളായി പണം മായിച്ചു. അതോടെ ഹോസ്റ്റൽ ഫീസ് അടയ്ക്കാനാവാത്ത അവസ്ഥയിലായപ്പോൾ അമ്മിണി തനിക്കറിയാതെ കണ്ണീരൊഴുക്കുകയായിരുന്നു. അവളുടെ സഹറൂംമേറ്റ് അനു ഒപ്പം നിന്നു. അവൾ ഒറ്റപ്പെട്ടില്ല. പെൺകുട്ടികൾ കൂടി ചേർന്ന് ഒരു പൊതു പരാതി നൽകി. ഈ വാർത്ത പൊളിച്ചുകാട്ടി. അവൾ നാട്ടിലേക്ക് തിരിച്ചുപോയപ്പോൾ പിന്നെ ഒരിടവേളയ്ക്ക് ശേഷം നഗരത്തിൽ ഒറ്റപ്പെട്ടവർക്കായി ഓൺലൈൻ ജോലികളുടെ പേരിൽ നടക്കുന്ന തട്ടിപ്പുകൾക്കെതിരെ ബോധവൽക്കരണ ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്ന മുഖ്യവ്യക്തിയായി. വേനൽക്കാലം കടന്നുപോകും, പക്ഷേ അതിൽ വീണവരുടെ സ്വരം ആരെങ്കിലും കേൾക്കണം. അമ്മിണിയുടെ വാക്കുകൾക്ക് കൂട്ടിരിക്കാൻ ഒരു സമൂഹം അപ്പോൾ മുന്നിലുണ്ടായിരുന്നു. തൊഴിലില്ലായ്മയും ഓൺലൈൻ തട്ടിപ്പുകളും ചേർന്ന് ഒരുപാട് യുവജനങ്ങൾക്കു ജീവിതം വിഴുങ്ങുകയാണ്.